2026 ഫെബ്രുവരി 28 ലോകം കണ്ട ഏറ്റവും ഭീകരമായ സൈനിക നീക്കത്തിന് ഇറാൻ സാക്ഷ്യം വഹിച്ച ദിവസം. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയായ പാസ്റ്റർ സ്ട്രീറ്റിൽ നടന്ന ഈ ആക്രമണം ഇറാൻ എന്ന രാഷ്ട്രത്തെ തന്നെ ഉലച്ചു കളഞ്ഞു. ഈ നിർണായക ഘട്ടത്തിൽ ഇസ്രയേൽ തങ്ങളുടെ വജ്രായുധമായ ജെറീക്കോ 3 മിസൈൽ ഉപയോഗിച്ചോ എന്ന ചോദ്യം ലോകം ഉറ്റുനോക്കുന്നു. ആയത്തുള്ള ഖമേനിയുടെ വസതി ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തിൽ ജെറീക്കോ 3 ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളുമാണ് ഖമേനിയുടെ ഭൂഗർഭ കേന്ദ്രം തകർക്കാൻ ഉപയോഗിച്ചത്. എങ്കിലും ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇറാൻ തിരിച്ചടിച്ചാൽ പ്രയോഗിക്കാൻ വേണ്ടി ഇസ്രയേൽ തങ്ങളുടെ മിസൈൽ പീഠങ്ങളിൽ ജെറീക്കോ 3 സജ്ജമാക്കി നിർത്തിയിരുന്നു. അതായത് ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ ഈ മിസൈൽ നേരിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും ആ നീക്കത്തിന് ഒരു കവചമായി ജെറീക്കോ 3 പിന്നിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2025 ജൂണിലെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ മുതൽ തുടങ്ങിയ പിരിമുറുക്കം 2026 ഫെബ്രുവരിയിൽ പൂർണ്ണമായ യുദ്ധമായി മാറി. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ പക്കലുള്ള നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലെ നഗരങ്ങളിലേക്ക് തൊടുത്തുവിട്ടു. ഇസ്രയേലിൻ്റെ ആരോ, ഡേവിഡ് സ്ലിംഗ് എന്നീ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ഈ സമയത്തെല്ലാം ഇസ്രയേലിൻ്റെ അവസാന കൈ എന്ന നിലയിൽ ജെറീക്കോ 3 മിസൈലുകൾ ലോഞ്ച് പാഡുകളിൽ തയ്യാറായിരുന്നു. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ വെറുമൊരു പടക്കോപ്പല്ല, അതൊരു സന്ദേശമാണ്. 1960കളിൽ ഫ്രഞ്ച് സഹായത്തോടെ തുടങ്ങിയ ജെറീക്കോ പരമ്പരയിലെ 3ാം തലമുറയാണിത്. ഇറാൻ ഒരു വലിയ ഭീഷണിയായി മാറിയ 2000 ആണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത്. ഔദ്യോഗികമായി 7000 കിലോമീറ്ററാണ് ദൂരപരിധിയെങ്കിലും ഇതിന് 11500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് CIA വിശ്വസിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇസ്രായേലിന് ഏഷ്യയുടെ ഏതു ഭാഗത്തും യൂറോപ്പിലും പ്രഹരിക്കാൻ സാധിക്കും എന്നാണ്. ഒറ്റ മിസൈൽ തന്നെ 4 മുതൽ 6 വരെ ആണവ പോർമുനകൾ വഹിക്കാനും അവ വെവ്വേറെ ലക്ഷ്യങ്ങളിൽ പതിപ്പിക്കാനും ഇതിന് സാധിക്കും. ഇസ്രയേൽ ഇന്നുവരെ ഒരു യുദ്ധത്തിലും ജെറീക്കോ 3 പരസ്യമായി പ്രയോഗിച്ചിട്ടില്ല. 2026 ഖമേനി വധത്തിലോ തുടർന്നുണ്ടായ യുദ്ധത്തിലോ ഇതിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ജെറീക്കോ 3 ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണ്. ഇതിൻ്റെ വിക്ഷേപണം ആണവായുധമായി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇസ്രയേലിൻ്റെ F-35, F-151 വിമാനങ്ങൾ തന്നെ ഇറാന്റെ പ്രതിരോധം തകർക്കാൻ പ്രാപ്തമാണെന്ന് 2026 യുദ്ധം തെളിയിച്ചു. ആയത്തുള്ള ഖമേനിയുടെ അന്ത്യത്തോടെ ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തകർന്നെങ്കിലും ഇസ്രയേലിനെതിരെയുള്ള ഭീഷണികൾ പൂർണ്ണമായും മാറിയിട്ടില്ല. ജെറീക്കോ 3 മിസൈലുകൾ ഇസ്രയേലിൻ്റെ ഭൂഗർഭ അറകളിൽ ഇപ്പോഴും സജ്ജമാണ്. അത് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ ഭൂഗോളത്തിൻ്റെ ഏത് കോണിലുമുള്ള ശത്രുവിനെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇസ്രയേൽ ലോകത്തോട് വിളിച്ചു പറയുന്നു. ആവശ്യമാണ് ഉത്ഭവത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് പോലെ സ്വന്തം നിലനിൽപ്പിനായി ഇസ്രയേൽ നിർമ്മിച്ചെടുത്ത ഈ മിസൈൽ ഇന്നും അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി തുടരുന്നു.